പിന്നെ MT വളരെ പൊളിറ്റിക്കലായിരുന്നു. ചില ഘട്ടങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കാറുള്ളൂ എന്നുള്ള, എല്ലാത്തിലും എല്ലാ സമയത്തും പ്രതികരിക്കണം എന്നില്ല. പക്ഷേ അദ്ദേഹം പല സമയത്തും വളരെ ശക്തമായി പ്രതികരിച്ചിട്ടുമുണ്ട് അല്ലേ, പല രാഷ്ട്രീയ വിഷയങ്ങളിലും. ഈ അടുത്ത കാലത്താണെങ്കിൽ മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ വെച്ചിട്ട് ഈ വ്യക്തിപൂജയെക്കുറിച്ചൊക്കെ അദ്ദേഹം കൃത്യമായി പറയുന്നു. അതിനു മുമ്പും നോട്ട് നിരോധനത്തിൻ്റെ കാലത്ത് പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെ മുത്തങ്ങ സമരകാലത്ത് ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രതികരിക്കേണ്ട ഒരു പ്രത്യേക ഘട്ടം വരുന്ന ഘട്ടങ്ങളിൽ അതിശക്തമായ ഒന്നോ രണ്ടോ വരിയായിരിക്കും, അത് അത്ര ഷാർപ്പായ ചർച്ച ചെയ്യപ്പെടും. ഉറപ്പായിട്ടും അത് അങ്ങനെ മതി. എപ്പോഴും എല്ലാത്തിലും പ്രതികരിക്കണം എന്നില്ല. പ്രതികരിക്കേണ്ട ചില വിഷയങ്ങൾ പ്രതികരിക്കാതെ പോകരുതെന്ന് തോന്നുന്ന വിഷയങ്ങൾ, ഇപ്പം വ്യക്തിപൂജയുമായി ബന്ധപ്പെട്ട പ്രതികരണമൊക്കെ അധികകാലമായിട്ടില്ല. അതൊക്കെ അദ്ദേഹം അവസാന കാലത്ത് മനസ്സിലാക്കുന്നത്. പിന്നെ ഈ അദ്ദേഹം എല്ലാ സമയത്തും വായനയിൽ എന്ന് പറഞ്ഞാൽ പുതിയ എഴുത്തുകാരെ പോലും വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു MT ആണ്. MTയുടെ ഒരു അഭിമുഖം ഏതൊരു ഓണപ്പതിപ്പിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. പുതിയ എഴുത്തുകാരെ, നമ്മളൊന്നും കേട്ടിട്ടേ ഇല്ലാത്ത എഴുത്തുകാരെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, അതൊക്കെ ഇരുന്ന് വായിക്കുകയാണ്. ആ വായനയാണ്. നമ്മൾ MT കാണുന്നില്ല, MTയുടെ എഴുത്തും കാണുന്നില്ല. അപ്പോൾ MT എവിടെ? അദ്ദേഹം റിട്ടയർ ആയിരിക്കുകയാണെന്ന് വരും. പക്ഷെ അദ്ദേഹം വായനയാണ്, പുതിയ ആളുകളെ കണ്ടെത്തുന്നു. അവരുടെ കാരശ്ശേരി മാഷ് പറയായിരുന്നു, അദ്ദേഹം ഇടക്കാലത്ത് കാരശ്ശേരി മാഷിയുടെ ഒരു വിഷമം പറഞ്ഞു, എനിക്കിപ്പോൾ പഴയ പോലെ വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കാരശ്ശേരി മാഷ് ചോദിച്ചു, ഇപ്പം എത്ര വായിക്കുന്നുണ്ട്, നേരത്തെ എത്ര വായിച്ചിരുന്നു? നേരത്തെ ഒരു ദിവസം ഒരു 300 പേജെങ്കിലും വായിക്കും, അതാണൊരു വായന. ഇപ്പം എത്ര വായിക്കും? ഇപ്പം 50 പേജ് വായിക്കും. അപ്പം നമ്മളൊക്കെ സാധാരണ വായിക്കുന്നത് അദ്ദേഹത്തിന് വായിക്കാൻ പറ്റാതായപ്പോൾ അദ്ദേഹം വായിക്കുന്നുണ്ട്. അപ്പം 300 പേജ് വായിക്കുന്ന ഒരാൾ ഒരു ദിവസം ഒരു പുസ്തകം വായിച്ച് തീർക്കുന്നുണ്ട്. തീർച്ചയായും അതൊരു ശീലവും അതില്ലാതെ പറ്റില്ല എന്ന് തോന്നുന്നു. ഇപ്പം PG പറ്റി അങ്ങനെ P. ഗോവിന്ദപിള്ള അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ വായനയിലാണ് ജീവിതം, അവസാനം വരെയും വായിച്ച് ഇരിക്കണം. പിന്നെ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ മരണം ഇങ്ങനെ കിടന്നു പോകരുതെന്ന് ആഗ്രഹിച്ചിരുന്നു. ഒരു ചെറിയ കുറച്ച് ദിവസങ്ങളല്ലാതെ അതിലപ്പുറം അദ്ദേഹത്തിന് കിടക്കാതിരുന്നത് തന്നെ ഭാഗ്യമായി തന്നെ ഞാൻ കരുതുന്നു. അത് പറയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിലും അദ്ദേഹം ഈ കാർക്കശ്യം സൂക്ഷിച്ചു എന്നുള്ളതാണ്. ഈ അന്ത്യോപചാര ചടങ്ങുകളെ സംബന്ധിച്ച് പൊതുദർശനത്തിന് വേണ്ടി അദ്ദേഹം ഒരുപാട് പൊതുദർശനങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് കോഴിക്കോട് ടൗൺ ഹാളിലൊക്കെ ഒരു ഫ്രീസറിൽ കിടത്തി പുഷ്പചക്രങ്ങൾ അർപ്പിക്കാൻ വേണ്ടി ആളുകളെ വരി നിർത്തി. അതൊക്കെ അദ്ദേഹത്തിന് ഒരു അരോചകമായി തോന്നാം. ഈ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇതൊന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അത് അദ്ദേഹത്തെ അങ്ങനെ കിടത്തരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഈ മരണത്തിലും ആ ജീവിതത്തിൻ്റെ കാർക്കശ്യവും നിഷ്കർഷകളും ഒക്കെ പാലിച്ചു എന്നുള്ളതാണ്. അതെ, 5 മണിക്കൂറിൽ കൂടുതൽ വെക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അദ്ദേഹം, അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്കിവിടെ മാധ്യമപ്രവർത്തകരെ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ഇന്നലെ രാത്രി മുതൽ ഒരുപാട് സിനിമാ ലോകത്തെ ആൾക്കാരൊക്കെ വന്നു പോയി. ഇപ്പോൾ മോഹൻലാൽ വന്നു, ഇനി വരാനിരിക്കുന്നു അല്ലേ വൈകുന്നേരം. കോഴിക്കോട്ടെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഒരുവിധം ആൾക്കാരൊക്കെ രാത്രി തന്നെ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞാൽ 10 മണിക്ക് തന്നെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് എത്തി. അത് കഴിഞ്ഞ് സിത്താരയിലേക്ക് എത്തി. ഇനിയിപ്പോൾ അല്പസമയത്തിനകം അവരൊക്കെ തിരിച്ചെത്തും. കാരണം കോഴിക്കോടിന് എല്ലാവർക്കും ഒന്നും MT അങ്ങനെ പ്രാപ്യനായിരുന്നില്ല. പക്ഷേ പ്രാപ്യരായ ആളുകളുടെ കൂടെയാണ്, ഒരു ശുപാർശയോട് കൂടിയാണ് പലരും MTയെ കാണാൻ വരുന്നത്. പല ചടങ്ങുകളിലേക്കും എല്ലാ ചടങ്ങുകളിലും അദ്ദേഹം പ്രത്യക്ഷപ്പെടാറില്ല. അദ്ദേഹം വരുമ്പോഴേക്കും ഒരു ചെറിയ ചടങ്ങാണെങ്കിലും ആ ചെറിയ ചടങ്ങിന് ഒരു വലിയ ചടങ്ങിൻ്റെ ഗരിമയൊക്കെ വന്നു ചേരും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എല്ലാ ചടങ്ങുകളിലും വരാറില്ല, എല്ലാ വേദികളിലും പ്രത്യക്ഷപ്പെടാറില്ല. അത് ഏതെങ്കിലും വേദിയുടെ വലിപ്പച്ചെറുപ്പമൊന്നുമല്ല, അദ്ദേഹത്തിന് അത് വ്യക്തിബന്ധങ്ങളാണ്, ചില ആളുകളുമായി അടുപ്പം. അപ്പോൾ ആ അടുപ്പമുള്ള ആളുകളുടെ വേദികളിലേക്ക് പോകും. ഇപ്പോൾ മാതൃഭൂമിയുടെ വേദികളിൽ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടും. അത് ആ ഒരു മാധ്യമ സ്ഥാപനത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പമാണ്. അപ്പോൾ വ്യക്തിബന്ധങ്ങൾക്ക് അദ്ദേഹം വ്യക്തിബന്ധം സൂക്ഷിക്കാറില്ല എന്ന് പറയുമ്പോഴും സൂക്ഷിക്കുന്ന ബന്ധങ്ങളെ ഹൃദയബന്ധങ്ങളായി വെക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഈ മമ്മൂട്ടിയുമായുള്ള അടുത്ത കാലത്ത് വന്ന ചിത്രമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതെ, ആ ചിത്രം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പങ്കെടുത്ത അവസാനത്തെ പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ ചടങ്ങിൽ അദ്ദേഹം വീഴാൻ പോയപ്പോൾ മമ്മൂട്ടി എന്ന വ്യക്തി തന്നെ പല ഘട്ടങ്ങളിൽ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ട് മമ്മൂട്ടി പക്ഷേ ആരെങ്കിലും അങ്ങോട്ട് ഭയഭക്തി ബഹുമാനത്തോടു കൂടി കാണുന്ന ഏക വ്യക്തിയാണെന്നൊക്കെ, അങ്ങനെ വേറെ ആരെയും അങ്ങനെ മമ്മൂട്ടി പറഞ്ഞും കണ്ടിട്ടില്ല. അദ്ദേഹം സിനിമകൾ മമ്മൂട്ടിയും MTയും കൂടെയുള്ള സിനിമകൾ MT പറയുന്നതിനപ്പുറം അദ്ദേഹം പോകില്ല. മറ്റിടത്തൊക്കെ അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ പറയുമെന്ന് കേട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കേട്ടറിവാണ്. പക്ഷേ അവരുടെ ബന്ധം അത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് രണ്ടുപേരും പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുമുള്ളതാണ്. അതുകൊണ്ടാണ് മമ്മൂട്ടി ആയിട്ടുള്ള സിനിമകളാണ് കൂടുതൽ അല്ലേ. വായന 54 അദ്ദേഹം എഴുതി തുടങ്ങുകയാണ്. അപ്പോൾ എത്ര തലമുറകൾ അദ്ദേഹം വായിപ്പിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. തലമുറകൾ വായിക്കുക. അപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ എന്തായാലും ബഷീറിലൊക്കെ ആയിരിക്കും തുടങ്ങുക. പക്ഷെ ഒരു ഗൗരവമുള്ള വായനയിലേക്ക് ഒരാൾ എത്തുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അത് MTയിലൂടെ കടന്നു പോകാതെ തരമില്ല. അപ്പോൾ 54 മുതൽ പരിശോധിച്ചാൽ എത്ര തലമുറകളെ ഈ 2024 വരെ അദ്ദേഹം വായിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടാവുന്നില്ല. ഇന്നലെ സുഭാഷ് ചന്ദ്രൻ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വന്നിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, പത്രപ്രവർത്തനത്തിലും കഥയെഴുത്തിലും ഗുരുസ്ഥാനീയനാണ്
ഗുരുസ്ഥാനീയനാണ് MT. പക്ഷേ ഈ ഗുരുസ്ഥാനീയനാണെന്ന് പറയുമ്പോഴും ഒരു നേരിട്ട് മുഖത്തോട് മുഖം നിന്ന് ഇങ്ങനെയാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് മാധ്യമ പ്രവർത്തനം എന്ന് മുഖത്തോട് മുഖം നോക്കി ആരെയും പഠിപ്പിച്ചിട്ടില്ല. ദൂരെ നിന്ന് മാറി നിന്ന് പഠിക്കുക എന്നുള്ളതാണ്. MT ചിലതൊക്കെ ചെയ്യും, ആ ചെയ്യുന്നതിനെ കണ്ടും കേട്ടും ഒക്കെ ദൂരെ ഒന്ന് ഏകലവ്യനെ പോലെ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു തരത്തിൽ മലയാളികളെ വായിപ്പിച്ചു, എഴുതാൻ പഠിപ്പിച്ചു. അതുപോലെ ഒരുപാട് സാഹിത്യകാർ, അദ്ദേഹം പത്രാധിപർ വരുന്ന സമയത്ത് ഒരുപാട് പുതിയ എഴുത്തുകാരെ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം പ്രയത്നിച്ചിട്ടുണ്ട്. ആരെയും അദ്ദേഹം ഗുരുസ്ഥാനത്ത് നിർത്തുന്നില്ലെങ്കിൽ കൂടി ഈ VM നായരെ കുറിച്ചും അതുപോലെ തന്നെ NV കൃഷ്ണവാര്യരെ കുറിച്ചുമൊക്കെ ഒരു ഗുരുതുല്യരായിട്ട് അദ്ദേഹം വേറെ തരത്തിൽ മലയാളികളെ എഴുതാൻ പഠിപ്പിക്കുന്നു, വേറെ തരത്തിൽ അദ്ദേഹം മലയാളികളെ പത്രപ്രവർത്തനം പഠിപ്പിക്കുന്നു. ഇങ്ങനെ മലയാളികളുടെ സമഗ്രമായ മേഖലകളെയും MT തൊട്ടറിഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും ഒരു എഴുത്തുകാരൻ എഡിറ്റർ ആവുമ്പോൾ എത്ര പേർക്ക് അവസരം കൊടുക്കുന്നു എന്നുള്ളതൊക്കെ ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നു. അപ്പോൾ സാധാരണഗതിയിൽ അവരുടെ അതേ തലമുറയിൽപ്പെട്ട എഴുത്തുകാരുണ്ടാവുമല്ലോ, അതേപോലെ തന്നെ അറിയപ്പെടുന്ന എഴുത്തുകാർ, അവർക്ക് എത്രത്തോളം അതിൽ എഴുതാൻ പറ്റുന്നു എന്നൊക്കെയുള്ള വിഷയം. MTക്ക് അങ്ങനെ ഒരു രീതി ഇല്ലായിരുന്നു. അതിലൊരു അങ്ങനെ ഒരു അസൂയയുടെ ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെതായ വഴിക്ക് പോകുന്ന ഒരു എഴുത്തുകാരനാണ്. അപ്പോൾ പക്ഷേ പലപ്പോഴും പിന്നീട് വന്ന പല പത്രാധിപന്മാരും ആ രൂപത്തിലായിരുന്നില്ല എന്ന് നമ്മൾ കാണേണ്ടതാണ്. അപ്പോൾ എത്രത്തോളം ആ തരത്തിൽ പത്രാധിപന്മാർക്ക് അദ്ദേഹം പാഠമായിട്ടുണ്ടെന്നുള്ള അറിയില്ല. പക്ഷേ എഴുത്തുകാർക്ക് ഉറപ്പായിട്ടും പാഠമായിട്ടുണ്ട്. പാഠമാകുകയല്ല, MTയുടെ രീതിയെ അനുകരിക്കുന്ന ഒരുപാട് എഴുത്തുകൾ പിന്നീട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊരു വികലമായ അനുകരണം, അത് അദ്ദേഹത്തിൻ്റെ മാത്രമായ ശൈലിയാണ്. അതിലേക്ക് അറിയാതെ, ഇത് വായിച്ചു വരുന്നതുകൊണ്ട് അറിയാതെ സ്വാധീനിക്കപ്പെട്ട് ആ രൂപത്തിൽ എഴുതി പോകുന്ന ഒരുപാട് എഴുത്തുകാർ പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ എഴുതി പോവുകയാണെന്ന് അത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സ്വാധീനം ഈ MT എഴുതുന്ന കാലത്ത് T. പത്മനാഭൻ, MT വാസുദേവൻ നായർ, മാധവിക്കുട്ടി, ഇവർ 3 പേരുമാണ്. ഈ മാധവിക്കുട്ടിയുമായിട്ട് MTക്ക് ഒരു വ്യക്തിബന്ധം കൂടിയുണ്ട്. കാരണം പുന്നൂർക്കുളത്താണ് MTയുടെ അച്ഛൻ്റെ വീട്. ആ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ നാലപ്പാട്ട് തറവാടുണ്ട്. അദ്ദേഹം തന്നെ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഈ നാലപ്പാട്ട് തറവാടെന്ന് പറയുന്നത് ഇവർ ഒരു സാധാരണ നായർ കുടുംബമാണെങ്കിൽ നാലാപ്പാട്ട് തറവാടെന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ മേനോന്മാരെ, മുന്തിയനം മേനോന്മാരുടെ തറവാടാണ്. അപ്പോൾ അവിടെയൊക്കെ ദൂരെ നിന്ന് നോക്കിക്കാണുകയാണ്. പക്ഷേ ആ തറവാടുമായി ഒരു അകൽച്ചയും അല്ലെങ്കിൽ ഒരു ഭയഭക്തി ബഹുമാനവും ഒക്കെ ആയിരുന്നെങ്കിലും മാധവിക്കുട്ടിയുമായിട്ട് വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നു. മാധവിക്കുട്ടിയുടെ എൻ്റെ കഥ പ്രസിദ്ധീകരിക്കുന്നതിനെ കുറിച്ചൊക്കെ MT പറയുന്നുണ്ട്. അതേപോലെ T. പത്മനാഭൻ, ഈ 3 പേരുമാണ് ഒരു കാലത്ത് മലയാളത്തിൻ്റെ ചെറുകഥാ സാഹിത്യത്തെ വളർത്തി സമ്പന്നമാക്കി അതിനൊരു ബേസ് കൊടുത്തത്. അവർക്ക് ശേഷം ഒരുപാട് തലമുറകൾ വന്നു. നമ്മൾ പുനത്തിൽ കുഞ്ഞുമുതൽ അടക്കമുള്ള പല നിരകൾ വന്നു. എന്നിട്ടും ഇപ്പോഴും നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ, മലയാളികൾ വായിച്ചു തുടങ്ങുമ്പോൾ ഈ T. പത്മനാഭനും മാധവിക്കുട്ടിയും MTയും ഒക്കെ മലയാളികളെ, ഈ കുഞ്ഞുങ്ങളെ പോലും സ്വാധീനിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും അതെ. T. പത്മനാഭനും MTയും തമ്മിലുള്ള ഒരു കലഹമായി പറഞ്ഞു കേട്ടിട്ടുള്ളത് എനിക്കൊന്ന് നോവലാണോ ചെറുകഥയാണോ പ്രധാനം, ഏതാണ് ആളുകൾക്ക് ഏറ്റവും താല്പര്യം ഉണ്ടാവുക എന്നുള്ള തർക്കത്തിലേക്ക് അത് T. പത്മനാഭനാണ് അത് പുറം ലോകത്തേക്ക് എത്തിക്കുന്ന രീതിയിൽ പ്രതികരിച്ചത്. MT അതിൽ പ്രതികരിച്ചൊന്നും കണ്ടിട്ടില്ല. പക്ഷേ MT എഡിറ്ററായിരുന്ന കാലത്ത് കുറച്ചു കാലത്ത് അദ്ദേഹം അതിൽ എഴുതാറുണ്ടായിരുന്നില്ല. പിന്നീട് ആ ഒരു പ്രശ്നം അലിഞ്ഞില്ലാതാവുകയും ചെയ്തു എന്നാണ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു ഒത്തുതീർപ്പിലൂടെ ഇല്ലാതായതല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ കാലം ഇങ്ങനെ പരസ്പരം മിണ്ടാതെ പറയാതെ ആ വിഷയം അങ്ങനെ ഒതുക്കി തീർത്ത പോലെയാണ്. ഇന്നിപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മൾ അർജുൻ കല്യാൺ T. പത്മനാഭൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അദ്ദേഹം എന്തായിരിക്കും പ്രതികരിക്കുക എന്നുള്ളതാണ്. ഈ എഴുത്തുകാരിൽ ഇത്തരത്തിലുള്ള മഹാമേരുക്കളായ മനുഷ്യരും അവരുടെ പ്രതികരണങ്ങളൊക്കെ പലപ്പോഴും വിചിത്രമായിരിക്കും. ഇപ്പോൾ MT ആണെങ്കിലും ഒരു പരിധിവരെ ONV കുറിപ്പാണെങ്കിലും ഒക്കെ അവരൊക്കെ എഴുത്തിൻ്റെ ലോകത്ത് നമ്മൾ പരിചയപ്പെട്ട കഥാപാത്രങ്ങളും അവരുടെ ജീവിതശൈലിയും ഒന്നും ആയിരിക്കില്ല. നമുക്ക് അവരുമായി നേരിട്ട് ബന്ധപ്പെടുമ്പോൾ അവർ പുലർത്തുന്ന ഒരു വ്യക്തികൾക്ക് ചിലപ്പം പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവം. അപ്പോൾ MTക്ക് MTതായ രീതി ഉണ്ടായിരുന്നു. T. പത്മനാഭനും അത് ക്ഷിപ്രകോപിയാണ്. പക്ഷെ അദ്ദേഹം സ്നേഹിച്ചാൽ പറഞ്ഞ പോലെ സ്നേഹിച്ചവരെ പിന്നെ മറക്കില്ല, അവരെ കൂടെ ചേർത്ത് നിർത്തുന്ന ഒരു രീതിയാണ്. T. പത്മനാഭനും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു തുറന്നു പറച്ചിലൊക്കെ പറഞ്ഞിരിക്കുന്ന ഈ അടുത്ത ദിവസങ്ങളിലാണ്. അപ്പോൾ പ്രായം കൂടുന്നോറും ചിലപ്പോൾ ഇനിയിപ്പോൾ ഈ പറഞ്ഞ മാതിരി MTയുമായിട്ടുള്ള ബന്ധം അത് പിന്നീട് നന്നായതിനെക്കുറിച്ചൊക്കെ ഒരു പക്ഷേ ഈ ഘട്ടത്തിൽ പറയുമായിരിക്കും.